എല്ലാവർക്കും സ്വാഗതം. കേരള പാഠാവലി സ്റ്റാൻഡേർഡ് 4 ഒന്നാമത്തെ യൂണിറ്റിലെ അടുത്ത ടോപ്പിക്കായ അരികെ അകലെ എന്ന ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈ യൂണിറ്റിൽ പലതരത്തിലുള്ള യാത്രകളും അതിൻ്റെ സന്തോഷങ്ങളും നൊമ്പരങ്ങളുമാണ് പ്രതിപാദിച്ചിരുന്നത്. പാഠം: അമ്മയായ യശോദ തൻ്റെ തോഴിയോട് മകനെ കാണാഞ്ഞതുകൊണ്ടുള്ള സംശയങ്ങൾ ദുഃഖത്തോടെ പറയുകയാണ്. ഇനി പാഠഭാഗം ഈണത്തിൽ ചൊല്ലാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കവിത ഈണത്തിൽ ചൊല്ലാനുള്ളതാണ്. അതുകൊണ്ട് നല്ല ഈണത്തിലും താളത്തിലും ഭംഗിയായി കൂട്ടുകാരെല്ലാം പാടി അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം. ഈ കവിത കാത്തിരിപ്പ്. എൻ മകനെന്തു പോൽ വരാഞ്ഞു തോഴി ചെന്നിന്നലെ, ഇന്നേരം വന്നാനല്ലോ. എൻ മകനെന്തു പോൽ വരാഞ്ഞു തോഴി ചൊന്നിന്നലെ, ഇന്നേരം വന്നാനല്ലോ. കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ, കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി. കായ്കളെ കൊല്ലുവാൻ പാഴ്മരമേറിയിട്ട്, കാനനം തന്നിലെ വീണാനോ താൻ. ചാലെ തടുത്തു തെളിക്കുന്ന നേരത്ത്, കാലികൾ കുത്തിക്കുതിർന്നില്ലല്ലി. കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞ്, ദീനനായി നിന്നങ്ങോഴങ്ങാനോ താൻ. സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ, വഞ്ചിതനായാനോ ചൊല്ലു തോഴി. പിള്ളേരുമായി സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ, വഞ്ചിതനായാനോ ചൊല്ലു തോഴി. പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ, അല്ലലായി വീണു കിടന്നാനോ താൻ. ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു, നീറും നീതുള്ളവും പിന്നെ പിന്നെ. കവിത ഈണത്തിൽ ചൊല്ലി നിങ്ങളും ഇതുപോലെ നന്നായി ചൊല്ലി രസിക്കുക. ഇനി നമുക്ക് പാഠത്തിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. ആശയം എന്താണെന്ന് നോക്കാം. ഇത്ര സമയമായിട്ടും ഈ നേരമായിട്ടും ഇതുവരെയും വരാഞ്ഞത് എന്താണെന്ന് തോഴി നീ പറഞ്ഞു തരൂ. കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ, കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി. കാലികളെ കാണാഞ്ഞ് കാട്ടിൽ നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ചതാകുമോ? കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു, കാനനം തന്നിലെ വീണാനോ താൻ. ഇനി കായ്കൾ പറിക്കാൻ, പഴങ്ങൾ പറിക്കാൻ വേണ്ടി പാഴ്മരമേറിയിട്ട് മരങ്ങളിൽ ഏതെങ്കിലും കയറി അങ്ങനെ അവൻ പിടിവിട്ട് താഴെ കാട്ടിൽ വീണു പോയിരിക്കുമോ? അതോ ചാലയെ തടുത്തു തെളിക്കുന്ന നേരത്ത് കാലികൾ കുതിർന്നില്ലല്ലി. കാലികളെ തെളിച്ചുകൊണ്ട് കാട്ടിൽ നടക്കുന്ന സമയത്ത് കാലികളങ്ങനെ അവനെ കുത്തി നിലത്തിട്ടിരിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളാണ് അമ്മയായ യശോദയ്ക്ക് ഉണ്ടാകുന്നത്. ഇനി വീണ്ടും ഓരോന്നോർത്ത് അമ്മ ദുഃഖിതയാകുകയാണ്. കാനനം തന്നിലെ നൻവഴി കാണാഞ്ഞ്, കാനനത്തിൽ നല്ല വഴി കാണാഞ്ഞ് ദീനനായി നിന്നങ്ങുഴങ്ങാനോ താൻ. വഴിയറിയാതെ വഴിതെറ്റി കാട്ടിലെങ്ങാണം ഉള്ളിൽപ്പെട്ട് അവൻ കരയുകയായിരിക്കുമോ? ദീനനായി ദുഃഖിതനായി നിന്ന് കരയുകയായിരിക്കുമോ അവൻ? അതോ സഞ്ചരിച്ചിടുമ്പോൾ വൻ പുലി തന്നാലെ വഞ്ചിതനായാലോ ചൊല്ലു തോഴി. വനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത്
പുലി എങ്ങാണം അവനെ ആക്രമിച്ചിരിക്കുമോ? അങ്ങനെ അവൻ ദുഃഖിതനായിട്ടിരിക്കുകയായിരിക്കുമോ? അതോ പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ, കുട്ടികളുമായി കളിച്ച് രസിക്കുന്ന സമയത്ത് താഴെങ്ങാണം വീണ് അല്ലനായി വീണ് ദുഃഖിതനായി വീണ് തറയിൽ കിടക്കുകയായിരിക്കുമോ അവൻ? ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളാണ് അമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തനിക്ക് അവനെ കാണാഞ്ഞ് നീറുന്നിതുള്ളവും പിന്നെ പിന്നെ ഓർക്കും തോറും എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് വേദന കൊണ്ട് പിളരുന്നു, അല്ലേ? വിഷമം കൊണ്ട് വർദ്ധിച്ച വിഷമത്താൻ അവൾ ദുഃഖിതയാകുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തൻ്റെ മകൻ എന്തു പറ്റിയിരിക്കും? ഇങ്ങനെയൊക്കെയുള്ള കൊടും കാടാണ്. കാട്ടിൽ മൃഗങ്ങൾ ആക്രമിച്ചിരിക്കുമോ? മരത്തിൽ കയറിയപ്പോൾ മരത്തിൽ നിന്ന് പിടിവിട്ട് താഴെ വീണു പോയിരിക്കുമോ? എന്തെല്ലാം വഴിതെറ്റി പോയിരിക്കുമോ? എന്തെല്ലാം സംശയങ്ങളാണ് അമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് കവിതയിലെ ആശയം. ഇനി താഴെ കുറച്ച് അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നു. അല്ലൽ ദുഃഖം, ഉഴലുക, ചുറ്റിത്തിരിയുക, കാനനം കാട്, കുത്തി കുതറുക, കുത്തി മുറിവേൽപ്പിക്കുക, തറച്ചില്ലല്ലി, തറച്ചിട്ടുണ്ടാവില്ല അല്ലേ, തോഴി കൂട്ടുകാരി, ദീനൻ വിഷമിച്ചവൻ, വാരാഞ്ഞു വരാതിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിരിക്കുന്നു. അപ്പോൾ കവിത നല്ലതുപോലെ ഈണത്തിൽ ചൊല്ലി പഠിക്കുക.